നമസ്കാരം. UAE സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറും സന്ദർശിച്ചത് ഇന്ത്യ പശ്ചിമേഷ്യൻ ബന്ധം ഉറ്റുനോക്കുന്നവർക്ക് പുതിയ പ്രതീക്ഷയാകുകയാണ്. ഭരണപരമായ വെറും കൂടിക്കാഴ്ചയ്ക്കപ്പുറം ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായി നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം വിപുലീകരിക്കുന്നതിനെക്കുറിച്ചുള്ള തലങ്ങളാണ് അഭിസംബോധന ചെയ്യപ്പെട്ടത്. UAEയുമായി 8 ധാരണാപത്രങ്ങളും ഇന്ത്യ ഈ സന്ദർശനത്തിൽ ഒപ്പിട്ടിരിക്കുന്നു. രണ്ട് രാജ്യങ്ങളിലെയും നിക്ഷേപങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായകമാകുന്ന ഊർജ്ജ മേഖലയിൽ തൊട്ട് സഹകരണം വരെയുള്ള തലങ്ങളിൽ ഇരു രാജ്യങ്ങളും കൈകോർത്തിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ പശ്ചിമേഷ്യൻ ദൌത്യം സാമ്പത്തിക സഹകരണം ശക്തമാക്കുന്നത് ഏതെല്ലാം തലങ്ങളിലാണ് എന്നതാണ് ചോദ്യം. പ്രവാസ സാമ്പത്തിക ലോകം അത് ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ്? പരിശോധിക്കുന്നു ഗൾഫ് എയ്റ്റി. സ്വാഗതം. സാമ്പത്തിക നിരീക്ഷകൻ ശ്രീ ഭാസ്കർ രാജ്, ഒപ്പം സാമ്പത്തിക വിദഗ്ധൻ ശ്രീ KV ഷംസുദ്ദീൻ എന്നിവർ ചേരുന്നു ഈ ചർച്ചയിൽ. ആദ്യം ശ്രീ ഭാസ്കർ രാജ്, ഇന്ത്യയും UAEയും വളരെ പ്രധാനപ്പെട്ട 8 കരാറുകളിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അത് നിക്ഷേപ സാധ്യത വർദ്ധിപ്പിക്കുന്ന കരാറുകൾ തൊട്ട് ഊർജ്ജ മേഖലയിലടക്കം അത്യന്തം നിർണായകമായിട്ടുള്ള, അത്യന്തം പ്രാധാന്യമർഹിക്കുന്ന മേഖലയിൽ വരെ ആ കരാറുകളുണ്ട്, ആ സഹകരണമുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക വിദഗ്ധർ, സാമ്പത്തിക നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്? ഏത് തരത്തിലാണ് ഈ പ്രധാനപ്പെട്ട കരാറുകൾ? ആദ്യം തന്നെ ഈ കരാറുകൾ ഒന്നും തന്നെ പുതിയതല്ല എന്നുള്ളതാണ്. ഈ കരാറുകൾ നേരത്തെ തന്നെ ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള, ഇന്ത്യയും UAEയും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള കരാറുകളുടെ ഒരു പുനരവലോകനം നടത്തുകയും അതിനകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തതിനു ശേഷം അത് റാറ്റിഫിക്കേഷൻ വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള ഒരു 3-4 കരാറുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി, അതുപോലെ തന്നെ മറ്റൊന്നുണ്ട് നമ്മുടെ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് എഗ്രിമെന്റ്സ് ട്രീറ്റി മുതലായ ട്രീറ്റികളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ എഗ്രിമെന്റുകളൊക്കെ നേരത്തെ തന്നെ സൈൻ ചെയ്തിട്ടുള്ളതാണ്. അതിനെ ഒരു സമഗ്രമായി അവലോകനം ചെയ്യുകയും അതിനകത്ത് വേണ്ട തിരുത്തലുകൾ വരുത്തിയതിനു ശേഷം മുമ്പോട്ട് പോകാനായിട്ട് അതിനെ ഫലപ്രാപ്തിയിൽ എത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ചെയ്തത്. ഒന്ന്, ആദ്യം തന്നെ പറയട്ടെ, ഈ സാമ്പത്തിക സഹകരണവും അതോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തിക സഹകരണം മാത്രമല്ല സാംസ്കാരിക സഹകരണവും അതുപോലെ തന്നെ സഹവർത്തിത്വവും എല്ലാം ശക്തമാവുകയാണ്. നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് തന്നെ അതാണല്ലോ, സാമ്പത്തിക സഹകരണം ശക്തമാകുന്നു എന്നുള്ളതാണ്. ശക്തമാകുന്നത് മാത്രമല്ല, ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിലൂടെ ഇത് ഈ പുതിയ ബന്ധത്തെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. പുതിയ തലത്തിലേക്ക് ഉയർത്തി കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഞാൻ തിരികെ എത്താം ശ്രീ ഭാസ്കർ രാജ്. ശ്രീ KV ഷംസുദ്ദീനും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ KV ഷംസുദ്ദീൻ, ഈ പറഞ്ഞു നിർത്തിയെടുത്ത് വെച്ച് പുതിയ കരാറുകളല്ല, നേരത്തെ ഉള്ള കരാറുകൾ, അതിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻ ആണ് നടക്കപ്പെടുന്നത് എന്ന് പറയുമ്പോഴും ഉറ്റുനോക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കരാറുകൾ, പ്രവാസ സമൂഹത്തിന് നേരിട്ട് ബെനിഫിഷ്യൽ ആകുന്ന കരാറുകൾ ഏതെല്ലാം തരത്തിലാണ്? പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം വ്യക്തമാക്കുന്ന എക്കണോമിക്കൽ ഇമ്പാക്ട് ഏത് തരത്തിൽ കൂടിയാണ്? യഥാർത്ഥത്തിൽ ഓരോ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശിക്കുമ്പോഴും ഇന്ത്യയും UAEയും തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും, അതായത് പൊളിറ്റിക്കൽ റിലേഷൻ, അതുപോലെ എക്കണോമിക് റിലേഷൻ, അതുപോലെ മറ്റുള്ള ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നീ എല്ലാ മേഖലയിലും ഓരോ കുതിപ്പുണ്ടാവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുണ്ടാവുന്ന എല്ലാ ഉന്നത നിലവാരമുള്ള ബന്ധങ്ങളും പ്രവാസി സമൂഹത്തിന് തീർച്ചയായും സഹായകമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുള്ള റൂപേ പേയ്മെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഇന്ത്യയുടെ റൂപേ UAEയിലും ലഭ്യമാവുന്ന ഒരു സാഹചര്യം വരുന്നു. അതിന്റെ മറ്റൊരു ഭാഗം അതേ ടെക്നോളജി ഉപയോഗിച്ച് UAEയിലും ആരംഭിക്കുന്നു. അതുകൊണ്ട് പ്രവാസി സമൂഹത്തിന് വളരെ എളുപ്പത്തിൽ ഇന്ത്യയിലെ റൂപേ സംവിധാനം UAEയിലും ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാവും. UAEയും ഇന്ത്യയും തമ്മിൽ ഉണ്ടാവുന്ന, അതായത് ഈ റൂപേ ജയ്വാൻ കാർഡ്, റൂപേ ജയ്വാൻ കാർഡാണ് ഈ രീതിയിൽ വരുന്നത്. ഇത് നേരിട്ട് പ്രവാസി ഇന്ത്യക്കാർക്ക് ഏത് തരത്തിലാണ് ഗുണകരമാകുക?
ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴ് നിലവിലില്ലാത്ത ഒരു സംവിധാനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രവാസികൾക്ക് നാട്ടിലുള്ള അക്കൗണ്ടിൽ നിന്ന് ഈ കാർഡ് ഉപയോഗിച്ച് ഇവിടെ ക്രയവിക്രയം ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. പലരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇതിനെ പറ്റിയുള്ള ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ സൂചന ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പൊ പ്രധാനപ്പെട്ടത് ഇത്തരം ഇന്ത്യയും യുഎയും തമ്മിലുള്ള സിപ പോലുള്ള കരാറുകളും പിന്നീട് ഉണ്ടായിട്ടുള്ള മറ്റു കരാറുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ യുഎഇ എന്ന 10 മില്യൺ മാത്രം ജനസംഖ്യയുള്ള ഈ രാജ്യത്തിൽ കൂടെ മീന റീജിയനിലുള്ള 490 കൂടുതൽ മില്യൺ ജനങ്ങളിലേക്ക് യുഎഇയിൽ നിന്നുള്ള ബിസിനസ് എത്തുന്നുണ്ടെന്ന് നമുക്കറിയാം. യുഎഇ ഈ നാടുകളിലേക്കെല്ലാം ഉള്ള ഒരു സോഴ്സിംഗ് സെന്ററായിട്ടാണ് മാറിയിട്ടുള്ളത്. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ പ്രത്യേക സ്റ്റോറേജ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഇന്ത്യൻ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ ഈ മേഖലയിൽ നിന്നുള്ള കച്ചവടക്കാർക്ക് യുഎഇയിൽ തന്നെ നേരിട്ട് വന്ന് കാണുകയും ഇവിടെ നിന്ന് തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അവർക്ക് സോഴ്സ് ചെയ്യാനുള്ള അവസരം സംജാതമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇതിൽ സിപയുടെ സംവിധാനം അനുസരിച്ച് തന്നെ ടാക്സ് ബെനിഫിറ്റുകളും മുമ്പ് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു വലിയ സമൂഹം ഈ യുഎഇ അടിസ്ഥാനമാക്കി വ്യാപാരങ്ങൾ ചെയ്യുന്ന ഇത്രയും വലിയ ഒരു സമൂഹത്തിൽ കൂടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ കാര്യമായി മറ്റു രാഷ്ട്രങ്ങളിലേക്ക് എത്തുവാനുള്ള അവസരമാണ് ഈ സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ആ വിശ്വാസ്യതയുടെ എത്രത്തോളം ഇന്ത്യയെ വിശ്വസിക്കുന്നു, എത്രമാത്രം ആത്മബന്ധം ഇന്ത്യയുമായി ഉണ്ട് എന്നുള്ള പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് അതെന്ന് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും യുഎഇയും തമ്മിൽ പ്രധാനമന്ത്രി പറഞ്ഞു ഒരു ഹോംലി ഫീലിംഗ് ആണ് ഇവിടെ വന്നപ്പോൾ ഉള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ സമയത്ത് ഇവിടുത്തെ നേതാക്കന്മാരും ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് അവർക്കൊരു മറ്റൊരു വിദേശ നാടിൽ പോയ പോലെ അല്ല, അത്രമാത്രം ആത്മബന്ധമാണ് ഇന്ത്യയുമായിട്ടുള്ളത്. അതിന് കാരണം 3000 വർഷങ്ങൾ മുമ്പ് തന്നെ ഇന്ത്യയും ഈ മേഖലയും തമ്മിൽ, പ്രത്യേകിച്ച് യുഎഇ തമ്മിൽ വളരെയധികം വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുന്ന ആ ബന്ധം ഓരോ വിസിറ്റിലും രണ്ട് രാജ്യ നേതാക്കന്മാരും ഇരു രാജ്യങ്ങളിലേക്ക് നടത്തുന്ന സന്ദർശനങ്ങളിൽ ശക്തിപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ താങ്കളിലേക്ക് വരാം. നമുക്ക് അതിന്റെ എനിക്ക് തോന്നുന്നു നേരിട്ട് പ്രവാസികൾക്ക് ബെനിഫിഷ്യൽ ആകുന്ന ഓരോ ഘട്ടമായിട്ട് തന്നെ ചർച്ച ചെയ്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാമെന്ന് കരുതുന്നു. ഞാൻ തിരികെ എത്താം ശ്രീ കെ വി ശംസുദ്ദീൻ. ശ്രീ ഭാസ്കർ രാജ്, റുപേ അധിഷ്ഠിത ജയ്വാൻ കാർഡിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായല്ലോ. സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് പണം അയക്കുന്ന സംവിധാനങ്ങൾ ഒരുപക്ഷെ ഭാവിയിലൊക്കെ ഏറ്റവും സ്വീകാര്യത കിട്ടാൻ സാധ്യതയുള്ളത് ഈ കാർഡിനായിരിക്കുമെന്നുള്ള വിലയിരുത്തലുകളൊക്കെ ഇതിനോടകം വന്നിട്ടുണ്ട്. ഏത് തരത്തിൽ കാണുന്നു താങ്കൾ അതിനെ? അതെ, ഈ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഈ റൂപേ പേയ്മെന്റ് കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്, റൂപേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിസ കാർഡ് അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് പോലെ അല്ലെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകൾ പോലെ തന്നെ ഒരു പേയ്മെന്റ് സിസ്റ്റമാണ്. ഈ പേയ്മെന്റ് സിസ്റ്റം ഇന്ത്യയുടെ അതായത് നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പിന്നെ വികസിപ്പിച്ചെടുത്ത ഒരു സിസ്റ്റമാണ്. റിസർവ് ബാങ്ക് വികസിപ്പിച്ചെടുത്ത ഈ സിസ്റ്റം അനുസരിച്ചിട്ട് അതിന്റെ മാതൃകയിലായിരുന്നു യുഎഇയില് ഇന്നലെ ജയ്വിൻ എന്ന് പറഞ്ഞുള്ള പേരിലുള്ള ജയ്വാൻ JAYWAN ആ പേരിലുള്ള ഒരു കാർഡ് ഇഷ്യൂ ചെയ്തു. ആ കാർഡില് ആദ്യത്തെ കാർഡ് സ്വൈപ്പ് ചെയ്തത് ഇവിടുത്തെ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് സയ്യദ് അത് തന്നെ അദ്ദേഹത്തിന്റെ പേര് ആലേഖനം ചെയ്ത കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ ഇന്നലെ കണ്ടായിരുന്നത് അത് ഇതനുസരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യുഎഇയിൽ ഇഷ്യൂ ചെയ്യുന്ന ഈ ക്രെഡിറ്റ് കാർഡുകൾ ഇന്ത്യയിലും യൂസ് ചെയ്യുന്നതിനും അതുപോലെ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്ത കാർഡുകൾ യുഎഇയിലും അതാത് കറൻസികളിൽ യൂസ് ചെയ്യാവുന്നതാണ് കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഇഷ്യൂ ചെയ്ത ഒരു കാർഡ്
ഇവിടുന്ന് ഒരു പ്രവാസി ഇന്ത്യയിൽ നിന്നും അല്ല UAE ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡ് കൊണ്ട് ഇന്ത്യയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് റുപ്പീസ് ഇല്ല, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ആരബ് നാഷണൽ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം ആ കാർഡ് അദ്ദേഹത്തിന് അവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ രൂപയിലായിരിക്കും അതിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്നത്, സെറ്റിൽമെന്റ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രവാസി ഒരു സന്ദർശകൻ UAE എത്തിയതിനു ശേഷം ഈ റൂപേ കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ ദിർഹത്തിൽ കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഇപ്പം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു സന്ദർശകൻ ഇവിടെ ഒരു കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ചേഞ്ച് റേറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ദീർഘത്തിന് 22 രൂപ 50 പൈസ 60 പൈസ ഉള്ളത് അവർ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഏതാണ്ട് 23 രൂപയിൽ കൂടുതൽ വരും, ഏതാണ്ട് 1 രൂപയുടെ വ്യത്യാസം വരും. ഇത് ആ തക്ക സമയത്ത് തന്നെ അല്ലെങ്കിൽ സെയിം ടൈമിൽ തന്നെ അല്ലെങ്കിൽ റിയൽ ടൈമിൽ ട്രാൻസാക്ഷൻ നടത്താൻ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ ഈ റൂപേ കാർഡിന്റെ ഒരു അക്സെപ്റ്റൻസ് കൂടുകയാണ്. അതായത് 185 രാജ്യങ്ങളിലാണ് ഈ റൂപേ കാർഡ് ഇപ്പോൾ. അതായത് ഞാൻ ചോദിക്കുന്നത് ഒരല്പം കൂടെ ക്ലിയർ ആകാൻ വേണ്ടി, നാട്ടിലുള്ള പ്രവാസി കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉപകാരമാകുമോ ഈ കാർഡ് നാട്ടിലും ഉപയോഗിക്കാമെന്നുള്ള ഒരു ഫെസിലിറ്റി അതിനകത്തുള്ളത് കൊണ്ട്? അത് തന്നെ, തീർച്ചയായിട്ടും അവർക്ക് ഈ റൂപേ ബേസിലുള്ളതായ കാർഡുകളാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും ഇപ്പോൾ കൂടുതലായിട്ടും ഉള്ളത് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡിലാണ് ഉപയോഗിക്കുന്നത്. ആ പേയ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് റൂപേ പേയ്മെന്റിലുള്ള കാർഡുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇവിടുത്തെ ബാങ്കുകളും അതിപ്പോ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണത്. അപ്പൊ യഥേഷ്ടം ഉപയോഗിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ ഈസി ആകുന്നുള്ളതാണ്. അതായത് വ്യാപാര സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കാർഡ് യഥേഷ്ടം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും വേഗത്തിൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിനും എക്സ്ചേഞ്ച് റേറ്റിന്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് പ്രയോജനപ്പെടുന്നുള്ളതാണ്. അതായത് അപ്പൊ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ, ഇന്ത്യയിലേക്ക് പണം അയക്കുന്നതിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനം കൂടിയായി ഇത് മാറിയേക്കാം. തീർച്ചയായിട്ടും. ഈ കഴിഞ്ഞ ദിവസം വേറെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എക്സ്ചേഞ്ചിൽ കൂടി പണം അയക്കുമ്പോൾ അതിന്റെ ചാർജ് ഏതാണ്ട് 15% വർദ്ധിപ്പിച്ചിരുന്നു ഈ കഴിഞ്ഞ ദിവസം. എന്നാൽ വളരെ അധികം കാർഡുകൾ മാത്രമേ ആളുകൾ മാത്രമേ, അതായത് ബ്ലൂ കോളർ വർക്കേഴ്സ് ആണ് കൂടുതലായിട്ടും എക്സ്ചേഞ്ചുകളിൽ കൂടെ നാട്ടിലേക്ക് പണം അയക്കുന്നത്. എന്നാൽ എല്ലാ ബാങ്കുകളും അതുപോലെ തന്നെ എക്സ്ചേഞ്ചുകളും അതിനു വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ നിസ്സാരമായ സംഖ്യക്കാണ് ഫീസിനാണ് നാട്ടിലേക്ക് പണം അയക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇത് ഈസി ആകും. പ്രത്യേകിച്ച് UPI കാർഡ് ഇവിടെ കൂടുതൽ സ്വീകാര്യമാകുന്നതോടുകൂടി ഈ എക്സ്ചേഞ്ച് എല്ലാവർക്കും ഈസി ആയിട്ട് ഇപ്പൊ നാട്ടിൽ തന്നെ നമുക്കിപ്പം ഗൂഗിൾ പേ ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നുകൊണ്ട് ഒരാൾക്ക് ഗൂഗിൾ പേ ചെയ്യുന്നതിനും നാട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നതിനും ഉള്ള ഉപകാരപ്പെടും എന്നുള്ളതാണ്. മറ്റൊന്ന് സംശുദ്ദീൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ കൂടെ ഷെയ്ഖ് മുഹമ്മദ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട് ഇവിടെ ഭാരത് മാർട്ട് എന്ന് പറഞ്ഞതായ ഒരു വലിയ പ്രസ്ഥാനത്തിന് തറക്കല്ലിട്ടു. ഭാരത് മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രവാസികൾക്കറിയാം ഇവിടെ എന്താണുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൈനീസ് മാർട്ട് ഉണ്ടല്ല, അതുണ്ടെങ്കിൽ ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞ ഒരു വലിയൊരു സ്ഥാനമുണ്ട്. അത് DP വേൾഡ് തുടങ്ങി വെച്ചതാണ്. DP വേൾഡിന്റെ തന്നെ കാർമ്മിത്വത്തിലാണ് ഇപ്പോൾ ഈ ഭാരത് മാർട്ട് തുടങ്ങുന്നത്. ഏതാണ്ട് 2.7 ദശലക്ഷം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ജബലയിൽ തുടങ്ങുന്ന ഒരു വലിയ ഹൗസും അതുപോലെ തന്നെ ഷോറൂമുകളുമാണത്. അതായത് ഇന്ത്യൻ കമ്പനികൾക്ക് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഇവിടെ ഷോപ്പിംഗ് ചെയ്യുന്നതിന് ആളുകൾക്ക് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാതെ തന്നെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ ഇവിടെ ഷോക്കേസ് ചെയ്യുന്നത്. അതായത് 1500ഓളം ഷോറൂമുകളാണ് അതിനുള്ള സൗകര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പ്രവാസികളായ സംരംഭകർക്ക് വളരെയധികം പ്രയോജനപ്പെടും. കാരണം അവർക്കിവിടെ വന്നതിന് ശേഷം ഇന്ത്യൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഷോക്കേസിങ്ങിനുള്ള സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇപ്പൊ ഒരു ലാർജ് സ്കെയിൽ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും ഉള്ള പ്രയോജനം ഉണ്ടാകും. ഇപ്പൊ ചൈനീസ് പ്രോഡക്റ്റുകൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ചൈനീസ് പ്രോഡക്റ്റ് നമുക്ക് ചൈനയിൽ പോകാതെ തന്നെ ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്യാനായിട്ട് ഈ ഡ്രാഗൺ മാർട്ടിൽ പോയി കഴിഞ്ഞാൽ പറ്റും. അതേ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ ഭാരത് മാർട്ട് എന്നുള്ള പേരിൽ തുടങ്ങിയിട്ടുള്ളത്, ജബലലിൽ തുടങ്ങിയിട്ടുള്ളത്. ഇത് വളരെയധികം, അതായത് സംരംഭകർക്കെല്ലാം പ്രയോജനപ്പെടുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഈ ZPA എഗ്രിമെന്റ് വന്നതോടുകൂടി ഇന്ത്യൻ കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഉപയോഗം. കാരണം അദ്ദേഹം പറഞ്ഞതാണ്, ഈ ഇന്ത്യൻ കമ്പനികൾക്ക് ഇവിടെ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെയ്ഡ് ഇൻ UAE എന്നുള്ള പേരിൽ ആ ലേബലില് 20 രാജ്യങ്ങളിലേക്ക് 20 മാർക്കറ്റുകളിലേക്ക് ഇന്ത്യൻ പ്രോഡക്റ്റുകൾ എത്തിക്കാനായിട്ട് കഴിയുന്നതാണ്. അതും വളരെ പ്രയോജനപ്പെടുന്നതാണ്. പ്രവാസികളായ സംരംഭകർക്ക് ഏറ്റവും സൗകര്യമുണ്ടായിരിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഇന്ത്യയും UAE തമ്മിലുള്ളതായ ബന്ധം, വ്യാപാര ബന്ധവും കൾച്ചറലായിട്ടുള്ള ബന്ധവും വീണ്ടും ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നു.
ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ഞാൻ ശ്രീ കെ വി ശംസുദ്ദീൻ, പ്രധാനമായിട്ടും ഇന്ത്യയുടെ UPAയും UAEയുടെ ANAയും ആ സംവിധാനം യോജിപ്പിക്കുന്ന കരാർ, അതിനെക്കുറിച്ച് നേരത്തെ ശ്രീ ഭാസ്കർ രാജ് മെൻഷൻ ചെയ്തു പോവുകയുണ്ടായി. ഇത് വ്യാപാര ബന്ധം വളർത്തും, ടൂറിസം മേഖലയ്ക്കടക്കം വലിയ രീതിയിൽ ഗുണമുണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലുകളുണ്ട്. അത് എങ്ങനെയാണ് കാണുന്നത്? അത് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്നത് ഏത് തരത്തിലായിരിക്കും? ടൂറിസം മേഖലയുടെ കാര്യത്തില് ഒരു പ്രധാന കാര്യം ഇവിടുത്തെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫ്ലൈ ദുബൈയുടെ ചെയർമാൻ അടുത്ത പറയുകയുണ്ടായി, പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഇന്ത്യയിലെ 40 എയർപോർട്ടുകളിലേക്ക് ഞങ്ങൾ സർവീസ് നടത്താം. അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാന കാര്യം, ഈ 2 പ്രധാനപ്പെട്ട എയർപോർട്ടുകളും ദുബായ് ആൻഡ് അബുദാബി, ഈ 2 എയർപോർട്ടുകളും 2 നാഷണൽ എയർലൈൻസിന്റെ സെന്ററുകളാണ്. എമിറേറ്റ്സ് ദുബൈയിലും അബുദാബിയില് അൽ ഇത്തിഹാദും. ഇങ്ങനെയുള്ള ഈ 2 സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തേക്കും യാത്ര ചെയ്യാൻ വേണ്ടിയുള്ള യാത്രക്കാർ ഈ 2 സ്ഥലങ്ങളിലും വരുന്നു, ഇവിടെ നിന്ന് മറ്റുള്ള ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ വരുന്നതിൽ ബഹുഭൂരിപക്ഷം ടൂറിസ്റ്റുകളാണ്. ഇങ്ങനൊരു ബന്ധം ശക്തിപ്പെടുകയാണെങ്കിൽ ഇവിടെ വരുന്ന ധാരാളം ടൂറിസ്റ്റുകൾ, ഇന്ത്യ എന്ന് പറയുന്നത് ടൂറിസ്റ്റുകളുടെ സ്വർഗമാണ്. അതുകൊണ്ട് ഈ 40 എയർപോർട്ടുകളിലേക്കും ഉള്ള ഫ്ലൈയിങ് സർവീസ് ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലേക്കുള്ള ദുബൈയിലും അബുദാബിയിലും എത്തിച്ചേരുന്ന ധാരാളം ടൂറിസ്റ്റുകൾ ഇന്ത്യ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാവുകയും അതുവഴി ഇന്ത്യയിലെ ടൂറിസം ഇൻഡസ്ട്രി വളരെയധികം ശക്തിപ്പെടുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഈ ബന്ധങ്ങളുടെ ഫലമായി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം അടുത്ത കാലത്ത് ഇത്രയും കൂടുതൽ ബൈലേറ്ററൽ എഗ്രിമെന്റുകൾ മറ്റൊരു രാജ്യത്തും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മോഡിജി അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള കൺട്രികളിൽ ഒന്ന് UAE തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രമാത്രം സോളിഡായിട്ടുള്ള ബന്ധമാണ് ഇന്ത്യയും UAEയും ഉള്ളതെന്നുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് അതെല്ലാം കാണുന്നതും. കൂടാതെ ഇന്നലെ ഇനാഗ്രേറ്റ് ചെയ്ത ടെമ്പിളും മറ്റൊരു പ്രധാന ഘടകമാണ്. അതിലേക്ക് ധാരാളം സന്ദർശകർ വരുവാനും ടൂറിസം സെക്ടർ ഇന്ത്യയിൽ നിന്നുള്ള ഇങ്ങോട്ടുള്ള പ്രയാണം വർദ്ധിക്കുവാനും ധാരാളം സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇന്ത്യ UAE ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, തീർച്ചയായിട്ടും ടൂറിസത്തിന് കൂടുതൽ ഊർജം നൽകുന്ന രീതിയിലുള്ള കരാറുകളിലേക്കും നീക്കങ്ങളിലേക്കും കൂടി 2 രാജ്യങ്ങളും കടന്നിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലുകൾ കൂടി വരുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ശ്രീ ഭാസ്കർ രാജ് പറഞ്ഞു തുടങ്ങുമ്പോൾ, ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് താങ്കൾ പറയുകയുണ്ടായി നോളജ് സെക്ടറിലും വലിയ രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ ഈ സന്ദർശനത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ദേശീയ ആർക്കൈവ്സിലെ വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിനുള്ള കരാർ അടക്കം ഒപ്പിട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് ഉള്ള മേഖല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നിക്ഷേപങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് മാറുന്ന ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ ഒരു കാലത്ത് തന്നെ. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വായിക്കണോ ആ കരാറിനെ? അതെ, ഞാൻ കൃത്യമായിട്ട് കേട്ടില്ല. യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം നമ്മൾ പറയേണ്ടത്, ഒരു ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി ഇവിടെ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഉഭയകക്ഷി നിക്ഷേപ കരാർ. അത് കഴിഞ്ഞ ദിവസമായിരുന്നു യൂണിയൻ ക്യാബിനറ്റ് ഈ കരാറിന് അംഗീകാരം നൽകിയത്, അത് റാറ്റിഫൈ ചെയ്തിരുന്നു. അതനുസരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻകിട നിക്ഷേപകരെ ഉദ്ദേശിച്ചാണ് 2 വശത്തുമുള്ള ഇന്ത്യയിലും UAEയിലുമുള്ള വൻകിട നിക്ഷേപകരെ അതാത് രാജ്യങ്ങളിൽ, അതായത് പിന്നെ ഇവിടെയുള്ള വൻകിട നിക്ഷേപകർ ഇന്ത്യയിലുള്ള വൻകിട നിക്ഷേപകർ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും അതുവഴി കൂടുതൽ നേരിട്ടുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ്. കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന FDI, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു രാജ്യം UAE ആണ്. അതുപോലെ തന്നെ തിരിച്ചും ഇന്ത്യയിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ $75 ബില്യൺ UAE നിക്ഷേപിക്കാൻ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, റോഡ് വികസനത്തിനാണെന്നുണ്ടെങ്കിലും മറ്റു വികസനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് പദ്ധതി അനുസരിച്ചിട്ട് ഇന്ത്യയിൽ ഉത്പാദനം നടത്തി ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യുന്നതിന് കൂടിയാണ്. കാര്യം ഇന്ത്യയിൽ തന്നെ ഇവിടെയുള്ളതായ നിക്ഷേപകർ ഇന്ത്യയിൽ പോയതിനു ശേഷം അവിടെ നിക്ഷേപം നടത്തിയിട്ട് അവിടെ ആത്മനിർഭർ
എന്നുള്ള പിന്നെ പദ്ധതി അനുസരിച്ചിട്ട് അവിടെ ഉത്പാദനം നടത്തുകയും അവിടെ ഇമ്പോർട്ട് കുറയ്ക്കുകയും ചെയ്യാൻ നോക്കും. അതോടൊപ്പം തന്നെ ഇവിടുന്ന് വളരെയധികം നിക്ഷേപകർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. അവർക്ക് ടാക്സിന്റെയും മുതലായ ചില പ്രയോജനങ്ങളുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ G20 വിഭാവനം ചെയ്ത ഒരു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് ഒരു കോറിഡോർ ഉണ്ടായിരുന്നു, സാമ്പത്തിക ഇടനാഴി. അതിന്റെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഉണ്ടാകുന്നു. കാര്യം ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങൾ ചരക്ക് കപ്പൽ മാർഗം UAE കൊണ്ടുവരികയും UAE നിന്ന് റെയിൽ മാർഗം ഇവിടുന്ന് സൗദി അറേബ്യ, ജോർഡാൻ, ഇസ്രയേൽ അതുവഴി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വരും. അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വേഗത്തിലാക്കാനായിട്ട് ചരക്ക് ഗതാഗതം വേഗത്തിലാക്കുകയും ചെലവ് കുറഞ്ഞ് ഏതാണ്ട് 40% ചെലവ് കുറയുകയും ഏതാണ്ട് 40% വേഗത്തിലാക്കുകയും ചെയ്യാൻ ഉപകരിക്കുന്നതാണിത്. ഇതനുസരിച്ച് പറഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്റ്റ് ഈ രാജ്യങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ട് ഈ മാർഗങ്ങളിൽ എത്താനൊക്കും. ഇന്ത്യൻ പ്രോഡക്റ്റുകൾ വളരെ വില കുറഞ്ഞ, അതായത് ചൈനയുമായിട്ടുള്ള മത്സരത്തില് വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ നമുക്ക്, അതായത് ഏറ്റവും കൂടുതൽ വരുന്നത് ചരക്ക് ഗതാഗതത്തിന്റെയും അതിന്റെ ഫ്രൈറ്റ് റേറ്റുകളും അതുപോലെ തന്നെ മറ്റു റേറ്റുകളുമാണ്. അപ്പൊ അത് കുറഞ്ഞു കിട്ടുന്നതുകൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റീവ് ആകാനായിട്ട് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. അതിന് വഴിയൊരുക്കിയത് ഈ കോറിഡോറാണ്. അതായത് G20 പ്രത്യേക ക്ഷണിതാവായിരുന്നു UAE. അതനുസരിച്ചിട്ടാണ് ഈ കോറിഡോർ വരുന്നതോടുകൂടി വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞാണ് ഇന്ത്യൻ കമ്പനികൾക്ക് ഇവിടെ വന്ന് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ മറ്റു മാർഗങ്ങൾ അദ്ദേഹം പറഞ്ഞ പോലെ 140 മില്യൺ ജനങ്ങളിലേക്ക് എത്താനായിട്ടുള്ള കൂടെ സൗകര്യം കൂടെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ച കരാർ ദേശീയ ആർക്കൈവിലെ വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതിനുള്ള ഒരു കരാർ, അതോടൊപ്പം തന്നെ ഹെറിറ്റേജ് മ്യൂസിയം സഹകരണ കരാറെല്ലാം വരുന്നു. അത് ഒരുപക്ഷെ ഗവേഷണ തലത്തിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലേക്ക് ഒരു നോളജ് സെക്ടറിനെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു കരാർ അതുകൂടിയായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക അല്ലേ? അത് തന്നെ ജോയിന്റ് സെക്ടറിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് R&D ഫെസിലിറ്റീസ് ഇവിടെ ചെയ്യുന്നതിന് വേണ്ടി. കാര്യം പല ഇന്ത്യൻ കമ്പനികളും അവരുടെ R&D സെന്റർ ഇവിടെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡിസൈൻ ഡിസ്ട്രിക്ട്, പിന്നെ ബാക്കപ്പ് ഡിസ്ട്രിക്ട്, അങ്ങനെ ഓരോന്നിനും വേണ്ടിയിട്ട് പ്രത്യേകം ഫ്രീ സോൺ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇന്ത്യൻ കമ്പനികൾക്ക് അവിടെ സെറ്റപ്പ് ചെയ്യാനായിട്ട് പ്രയോജനം ഉണ്ടാവും. നേരത്തെ നമുക്കറിയാമായിരുന്നു ഇന്റർനെറ്റ് സിറ്റി വന്നതോടുകൂടിയും അതുപോലെ തന്നെ മീഡിയ സിറ്റി വന്നതോടുകൂടി ഒരു വളരെയധികം ഇന്ത്യൻ കമ്പനികൾ, മീഡിയ കമ്പനികൾ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം സ്പെസിഫൈഡ് ആയിട്ടുള്ള ഓരോ സെക്ടറിലും ഇപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് ഉണ്ടായിട്ടുണ്ട്, ദുബൈയിലും ഷാർജയിലും സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക്. അപ്പൊ അങ്ങനെയുള്ളതായ കമ്പനികൾ ഉണ്ടാകുന്ന. ഓക്കെ, റൈറ്റ്, ശരി, എനിക്ക് അത് വ്യക്തമാണ്. ഞാൻ ഒരു ചോദ്യം കൂടി ശ്രീ KV ഷംസുദ്ദീനോട് കൂടി ചോദിച്ച ശേഷം, ഖത്തറിലും ശ്രീ നരേന്ദ്രമോദി ചെല്ലുന്നു, ഉഭയകക്ഷി സഹകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അതായത് UAE-ക്ക് അപ്പുറത്തേക്ക് മിഡിൽ ഈസ്റ്റ് തന്നെ പശ്ചിമേഷ്യൻ ദൗത്യം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന രീതിയിൽ ഒരൊറ്റ രാജ്യമല്ല, GCC രാജ്യങ്ങളിൽ തന്നെ ആ രീതിയിലുള്ള കൂടുതൽ നയതന്ത്ര ബന്ധത്തിലേക്ക്, സഹകരണ സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിലേക്കൊക്കെ കടക്കുന്നു ഇന്ത്യ. അതിന്റെ കൂടി സൂചനയായി തന്നെ വിലയിരുത്തണം. തീർച്ചയായിട്ടും അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഖത്തർ വളരെ വേഗത്തിൽ, പ്രത്യേകിച്ചും ഫിഫ വളരെ സക്സസ്ഫുള്ളായി അവസാനിച്ചതിന് ശേഷം അവിടെ ധാരാളം പുതു പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഖത്തർ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ സന്ദർശിക്കുന്നത്. UAE-യും ഖത്തറും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും. ഇന്ന് ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഖത്തറിലേക്ക് വരുവാനും, പ്രത്യേകിച്ചും ഊർജാധിഷ്ഠിതമായിട്ടുള്ള ഗ്യാസ് അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങൾ വരികയാണെങ്കിൽ ഖത്തറിൽ അതിന് ധാരാളം സൗകര്യങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് ഗ്യാസ് ലഭിക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ആ മേഖലയിൽ വളരെയധികം ഊന്നൽ നൽകുന്നുണ്ട്. തീർച്ചയായും ഇന്ത്യയിലുള്ള നിരവധി കമ്പനികൾക്ക് അവരുടെ അഡീഷണൽ എക്സ്പാൻഷന് വേണ്ടി അങ്ങനെയുള്ള കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ തീർച്ചയായിട്ടും ഉറ്റുനോക്കുക ഖത്തർ പോലുള്ള ഒരു രാജ്യത്തെ ആയിരിക്കും. എന്നതുപോലെ തന്നെ ഖത്തറും വൻതോതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ഇന്ത്യയിലെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകൾ ഖത്തറിന് സാധിക്കുമെന്ന്. റൈറ്റ്, തീർച്ചയായിട്ടും കൂടുതൽ നിക്ഷേപ സാധ്യതകൾ UAE ആണെങ്കിലും മറ്റ് രാജ്യങ്ങളാണെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണെങ്കിലും ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപ സാധ്യതകൾ തുറക്കുന്ന രീതിയിലുള്ള സന്ദർശനം കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമേഷ്യൻ ദൗത്യം എന്നുള്ള വിലയിരുത്തലുകളാണ് സാമ്പത്തിക ലോകത്തുനിന്നുണ്ടാകുന്ന, പ്രവാസ ലോകത്തെ സാമ്പത്തിക വിദഗ്ധരും വിലയിരുത്തിയത് ആ രീതിയിൽ തന്നെയാണ്. സമയപരിമിതി കൊണ്ടാണ് വീണ്ടും എനിക്ക് പാനലിസ്റ്റുകളിലേക്ക് വരാൻ കഴിയാത്തത്. വളരെയധികം നന്ദി ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന് ശ്രീ KV ഷംസുദ്ദീൻ, ഒപ്പം ശ്രീ ഭാസ്കർ രാജ്. പൂർണ്ണമാകുന്നു ഗൾഫ് 18.
നമസ്കാരം.